നമ്മുടെ പ്രൊജക്റ്റ് സൂപ്പർവൈസറുടെ ബയോഡാറ്റ അഥവാ ഗൈഡിൻ്റെ ബയോഡാറ്റ ഏത് രീതിയിലൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഇഗ്നോ പറഞ്ഞിട്ടുണ്ട്. നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കണം, ഫുൾ അഡ്രസ്സ് ആൻഡ് കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ടായിരിക്കണം, റെസിഡൻസിൻ്റെയും അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന പ്ലേസിൻ്റെയും, പിന്നെ ഡീറ്റെയിൽഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഡിഗ്രീസും സ്പെഷ്യലൈസേഷനും കാര്യങ്ങളും എല്ലാം. വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയണം, അത് ഏതൊക്കെ വർഷം ഏതൊക്കെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തു, അതിൻ്റെ ഒരു ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്തിരിക്കണം. എനി അതർ ഇൻഫർമേഷൻ റെലവൻറ്റ് ഫോർ ദി അസസ്മെൻറ്റ് ഓഫ് ദി എലിജിബിലിറ്റി ഓഫ് ദി ഗൈഡ് യു മേ ഓൾസോ അറ്റാച്ച് കറൻറ്റ് ബിസിനസ് കാർഡ് ഓഫ് ദി പ്രപ്പോസ്ഡ് ഗൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബയോഡാറ്റയിൽ ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ ഇഗ്നോയുടെ പുറത്തുനിന്ന് ഒരു ഗൈഡിനെയൊക്കെ എടുക്കുകയാണെങ്കിൽ വൈ ദിസ് ഗൈഡ് ഈസ് ബീൻ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പർട്ടിക്കുലർ പ്രൊജക്റ്റ് ടോപ്പിക്, അതേപോലെ തന്നെ അവർക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന ഒരു 2 ബോക്സസും കൂടി നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാനൊക്കെ പ്രൊജക്റ്റ് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ആ രീതിയിൽ ആഡ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ സിനോപ്സിസ് റെഡിയായി കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് കൃത്യമായിട്ട് ഈ പ്രൊജക്റ്റ് വർക്ക് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യാവുന്ന ടു ദ റീജിയണൽ ഡയറക്ടർ ഓഫ് ദി റെസ്പെക്റ്റീവ് റീജിയണൽ സെൻറ്റർ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ റീജിയണൽ സെൻറ്ററിൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ സ്റ്റുഡൻറ്റ് ഹാൻഡ് ബുക്കിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് എന്താ പറയുക, ഇവാലുവേഷൻ ഓഫ് ദി സിനോപ്സിസ് നടക്കും. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സിനോപ്സിസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ നമ്മൾ 3rd സെമിസ്റ്ററിലോ 4th സെമിസ്റ്ററോ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ 3rd സെമിസ്റ്ററിലാണ് നിങ്ങൾക്ക് പ്രൊജക്റ്റ് വർക്ക് എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുക, എത്രയും നേരത്തെ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ടോപ്പിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ മാറ്റം വരുത്തി സബ്മിറ്റ് ചെയ്യാൻ സമയം കിട്ടും. അതിനുശേഷം ഒരു 4th സെം അവസാനം ആകുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് പ്രൊജക്റ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് നല്ല രീതിയിൽ മിനിമം ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അതിൻ്റെ കാര്യങ്ങളാണ് ഇവാലുവേഷൻ ഓഫ് സിനോപ്സിസ് എന്ന രീതിയിൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഭാഗം ഒന്ന് വായിച്ച് നോക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രപ്പോസൽ സാങ്ഷൻ ആയില്ലെങ്കിൽ അതും ഇഗ്നോയുടെ സൈഡിൽ നിന്ന് കൃത്യമായിട്ട് അറിയിക്കും. അപ്പോൾ ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്താനും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഫൈനൽ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ആ ഒരു ഫോർമാറ്റാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ദി പ്രൊജക്റ്റ് എന്ന രീതിയിൽ ഇൻട്രൊഡക്ഷൻ വേണം, ലിറ്ററേച്ചർ റിവ്യൂ വേണം, റിസർച്ച് മെത്തഡോളജി വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം എന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ക്വസ്റ്റനെയർ മെത്തേഡ് പറ്റും, ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ ഉണ്ടായിരിക്കണം, സമ്മറി ആൻഡ് കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം, റെക്കമെൻഡേഷൻസ് ഉണ്ടായിരിക്കണം, നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊജക്റ്റ് വർക്കിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്, എന്തൊക്കെ കോമ്പണൻസ് വേണം എന്ന കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ റെഫറൻസസ് ആൻഡ് ബിബ്ലിയോഗ്രഫി ഉണ്ടായിരിക്കണം. നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ ഡാറ്റ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേജറിസം നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ആരാണോ ആ ഒറിജിനൽ ഡാറ്റയുടെ വ്യക്തി അവരെ നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. അവർ തന്ന ഐഡിയാസ് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളത് സൈറ്റ് ചെയ്യണം, അത് ഇൻ ടെക്സ്റ്റും ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ബിബ്ലിയോഗ്രഫിയിൽ അത് ഇൻക്ലൂഡും ചെയ്യണം. പിന്നെ അനക്സ്റ്റേഴ്സ് ആൻഡ് അപ്പൻഡിക്സ്, നമ്മളിപ്പോൾ ചില ക്വസ്റ്റനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ അപ്പൻഡിക്സ് ആൻഡ് അനക്സ്റ്റേഴ്സിലൊക്കെ നമ്മളത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അനക്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇഗ്നോയുടെ സൈഡിൽ നിന്ന് ചില അനക്സ്റ്റേഴ്സ് അറ്റാച്ച് ചെയ്യാൻ പറയും. ആ അനക്സ്റ്റേഴ്സ് നമ്മൾ തീർച്ചയായിട്ടും വെക്കണം. ദ ഫൈനൽ പ്രൊജക്ട് റിപ്പോർട്ട് മസ്റ്റ് ഹാവ് ദി ഫോളോയിങ്, അതായത് ഇവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു കവർ പേജ് ഉണ്ടായിരിക്കണം. ആ കവർ പേജിൽ എന്തൊക്കെ കാര്യമാണ് വേണ്ടത്, നെയിം, എൻറോൾമെൻറ്റ് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഡീറ്റെയിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടായിരിക്കണം. All pages of the report must be numbered as reflected in the table of contents. ഓക്കെ, അപ്പോൾ മുകളിലെ പേജ് നമ്പേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡീറ്റെയിൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് വിത്ത് പേജ് നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പേജ് എത്രാമത്തെ പേജാണ് കൃത്യം നമുക്ക് ആ ഇൻഡെക്സ് പേജ് നോക്കി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇനി ഫൈനൽ പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് രജിസ്ട്രാർ SED ഇഗ്നോ മെയ്ഡൻ ഗാർഹി ന്യൂഡൽഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഷുഡ് കോഡ് ദിസ് PR നമ്പർ, അതായത് പ്രൊജക്ട് പ്രപ്പോസൽ വെച്ച സമയത്ത് നമുക്കൊരു റെഫറൻസ് നമ്പർ ഉണ്ടായിരുന്നു, ആ നമ്പർ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ആ രീതിയിൽ അതും സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്ലേജറിസം നമ്മൾ റിപ്പോർട്ട്സിൽ ഒരിക്കലും വരാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ താഴെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ആരെ കോൺടാക്റ്റ് ചെയ്യണം, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻ പോസ് ചെയ്ത് ഇതൊക്കെ വായിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ജനറലി ഒരു പ്രൊജക്റ്റ് വർക്കിൻ്റെ സ്ട്രക്ചറിൽ വേണ്ടത്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫൈനൽ റിപ്പോർട്ടിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, നമുക്കറിയാം അവസാനം ഈ ഒരു കൺക്ലൂഷൻ അങ്ങനെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ബിബ്ലിയോഗ്രഫി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അനക്സ്റ്റേഴ്സ് ആൻഡ്
അപ്പെൻഡിസസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനും ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രൊജക്റ്റ് വർക്കിൻ്റെ ടോപ്പിക്കിൻ്റെ വേരിയേഷൻ അനുസരിച്ച് കാര്യങ്ങളിൽ മാറ്റം വരും. അപ്പോൾ നമുക്കറിയാം ഇൻട്രൊഡക്ഷനും ഇപ്പം മേ ബി ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടായിരിക്കും, ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിന് ശേഷമുള്ള ചില ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ നിങ്ങളുടെ ടോപ്പിക് അനുസരിച്ച് ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യാം എന്നൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്യണം, അതിലേതാണ് ബെറ്റർ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9562636469 എന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ അത് ഓരോരുത്തരുടെയും ടോപ്പിക്കുമായിട്ട് സ്പെസിഫിക് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാത്തത്. ഇൻ ജനറൽ പ്രൊജക്റ്റ് വർക്കിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രൊജക്റ്റ് A to Z ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇതാണ് MHHP 021 എന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഇൻ ജനറൽ പ്രൊജക്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് പറയാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. മറ്റേതെങ്കിലും പ്രൊജക്റ്റിൻ്റെ ഡീകോഡ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളിത് കമൻസ് ആയിട്ടോ ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടോ അറിയിക്കാവുന്നതാണ്. ഐ ഹോപ്പ് വാട്ട് എവർ ദാറ്റ് ഹസ് ബീൻ ഷെയർഡ് ഇസ് യൂസ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. പ്ലീസ് സപ്പോർട്ട് അവർ ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. അതുപോലെ തന്നെ മാക്സിമം ഇഗ്നോ ലേണേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ ഇഗ്നോ റിലേറ്റഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു.